ഫ്രണ്ട്സ്, ഐ എം ജോയ് തലക്കാടൻ. വെൽക്കം ടു ദ ജോയ്സ് കിച്ചൻ യൂട്യൂബ് ചാനൽ. ഞാനൊന്നൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായിട്ട് ഞാനൊരു 1 കിലോ ബീഫ് ഇതേപോലെ നുറുക്കിയത് കഷ്ണങ്ങളാക്കിയതെടുത്താണ്. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തത്, ഇതേപോലെ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു 5 വള, 2 ഗ്രീൻ ചില്ലി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2-3 കൂടി കൂടുതൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 2 ഓണിയൻ സ്ലൈസ് ചെയ്തെടുത്തതും, 2 അല്ലി വേപ്പിലയും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് ഉപ്പുമിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാം. ബീഫ് ബോയിൽ ചെയ്യാനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂണ് കുറുക്കും മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 1/2 ടീസ്പൂണ് സാൾട്ടും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചർ ഇതേപോലെ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗാർലിക്കും ഇതേപോലെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ പിടി ഓണിയനും ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. കുക്കറിൽ അടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ ബീഫ് വേവിൻ്റെ ഡിഫറൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഡ്രൈ ആകുമ്പോൾ പൊടിയും. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഈ മുളകും ജിഞ്ചർ ഗാർലിക്കും സ്ലൈസ് ചെയ്തും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സ്ലൈസ് ചെയ്ത് വെച്ച ഓണിയനും, വേപ്പില എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ തുറന്ന് വെച്ച് ഞാൻ വേവിച്ച് പറ്റിച്ചെടുത്താണ്. ഇവിടുത്തെ ബീഫൊക്കെ പെട്ടെന്ന് വേവുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ്. അടിച്ചെടുത്താൽ ചിലപ്പോൾ വേവ് കൂടിപ്പോകും. പാനിലേക്ക് ഞാൻ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഓണിയൻ്റെയൊക്കെ കളർ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്, ഗോൾഡ് കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി കുറുക്കും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂണ് കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ 1/2 ടേബിൾ സ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അരമുറി തേങ്ങ ഇതേപോലെ നീട്ടത്തിൽ അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഞാൻ ഈ പാനിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യാണ്. 2 തുള്ളി വാട്ടർ അതിനകത്തുണ്ട്, പറ്റിക്കോളും. പിന്നെ ബീഫ് ഫ്രൈ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും കിടന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വരട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിടരുത്, കാരണം കരിയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മസാല ആഡ് ചെയ്യുമ്പോഴും മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് മസാല ആഡ് ചെയ്യാനായിട്ട്, പൊടികളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നല്ല മൊരിഞ്ഞ് റെഡിയായി. നിങ്ങൾ ഈ ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ബീഫ് ഫ്രൈ നല്ല മൊരിഞ്ഞ് നല്ല സൂപ്പറായി, നല്ല കറുത്ത കളറായി. അങ്ങനെ ബീഫ് ഫ്രൈ നല്ല അടിപൊളി ഫ്രൈ ആയിട്ടുണ്ട്. വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. ജസ്റ്റ് ബീഫിൻ്റെ ഒക്കെ ആ ഒരു ക്വാളിറ്റി നോക്കിയിട്ട്, അതായത് ചില ബീഫ് കുറച്ച് കൂടുതൽ വേണോ, ചില ബീഫ് കുറച്ച് വേണം. അപ്പോൾ കൂടുതൽ വേണമെന്നാണ് നിങ്ങൾ കുക്കറിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ തന്നെ ആ വെള്ളം ഒന്ന് കുറച്ചിട്ടിട്ട് റെഡിയാക്കി ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ റെഡി ആവുന്നുള്ളൂ. അതുപോലെ തന്നെ പെട്ടെന്ന് വേവുന്ന ബീഫാണെങ്കിൽ മാക്സിമം ഡയറക്റ്റ് വേവിച്ച് അങ്ങനെ എടുത്തിട്ടാൽ മതി. ഇതിപ്പോൾ നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളിയായി. ഇത് ഉടച്ചാലും ഉടയില്ല. അതുപോലെ തന്നെ നല്ല എന്നാൽ കടിച്ചാൽ കിട്ടാൻ നല്ല അടിപൊളിയാണ്. നല്ല ബ്രൗണും അല്ല ബ്ലാക്കും അല്ലാത്ത രീതിയിൽ ഡ്രൈ ആയിരിക്കുന്നുണ്ടാവും. തേങ്ങക്കൊത്തൊക്കെ നല്ലോണം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക്.